സംഭവമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി പ്ലാനറാണ്. ജൂൺ മാസത്തെ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതിൻ്റെ കുറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും, എന്തായാലും കുഴപ്പമില്ല. ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ പെൻസിലൊക്കെ വെച്ച് ഔട്ട്ലൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് സ്കെച്ചൊക്കെ വെച്ചിട്ടൊന്ന് കളർഫുൾ ആക്കിയെടുക്കാം കേട്ടോ. എനിക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ ഡിസൈനൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ പ്ലാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് എല്ലാ മാസവും. അങ്ങനെ ഫ്രണ്ട് പേജ് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു തീം പേജാണ് കേട്ടോ. ഫസ്റ്റ് രണ്ട് പേജും തീം പേജായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. ആദ്യം നമ്മൾ ജൂൺ ഏതാണോ മാസം അത് എഴുതുക, സ്റ്റഡി പ്ലാനറിൽ എഴുതുക, എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വെച്ച് കൊടുക്കാം. പിന്നെ തീം പേജാണ്, അതിൽ നമ്മൾ സ്റ്റഡി ടേബിളാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇങ്ങനത്തെ പ്ലാനർ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പേജ് വന്നിട്ട് കലണ്ടർ പേജാണ് കേട്ടോ. ഇതിൻ്റെ യൂസ് വന്നിട്ട് എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എക്സാംസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയ കലണ്ടർ പേജാണ്. നമ്മൾ 2 പേജിലായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. നോട്ട്സും അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം. കലണ്ടറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് വന്നിട്ട് മോഡ് ട്രാക്കറാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസത്തെ മോഡ് മാർക്ക് ചെയ്ത് വെക്കാന്നുള്ളതാണ്. ഞാൻ ഇവിടെ തീം എടുത്തേക്കുന്നത് ടുലിപ്പ് ഫ്ലവറാണ്. ഇനിയിപ്പോൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തേക്കുന്ന കളർ വേണം ആ ഒരു ടുലിപ്പിന് കൊടുക്കാൻ. അപ്പോൾ കളർഫുൾ ടുലിപ്പ് മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ അത് ആ കളർ കൊടുക്കുക, സാഡ് ആണെങ്കിൽ അത് കൊടുക്കുക, ബെസ്റ്റാണ് അല്ലെങ്കിൽ നോർമലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഞാനിപ്പോൾ കുറേ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ളത് നോക്കി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പേജിൽ വന്നിട്ട് ഹാപ്പി ട്രാക്കറാണ്. ശീലം വേണം എന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. എന്നിട്ട് വായിക്കുന്നുണ്ടോ എന്ന് ട്രാക്ക് വായിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം. ഞാനിപ്പോൾ കുറേ എഴുതിയിട്ടുണ്ട്. പഠിക്കുക എന്നുള്ളത് എഴുതിയിട്ടുണ്ട്, രാവിലെ എണീക്കേണ്ടത് എഴുതിയിട്ടുണ്ട്, രാത്രി നേരത്തെ കിടക്കാനുള്ളത്, അങ്ങനെയുള്ള എല്ലാം നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് പേജ് വന്നിട്ട് റുട്ടീൻ പേജാണ്. അതിൽ നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുതിയിരിക്കുന്നു, വൈകുന്നേരത്തെ കാര്യങ്ങൾ, അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സ്കൂൾ ടൈം ഉൾപ്പെടെ നമ്മൾ അതൊക്കെ എഴുതി ഓർഡറിലാക്കി കൊടുക്കാം. പിന്നെ ശീലമായിക്കോളും, പിന്നെ അത് എഴുതേണ്ടി വരില്ല കേട്ടോ. നെക്സ്റ്റ് പേജ് വന്ന് ടു ഡു ലിസ്റ്റാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ടു ഡു ലിസ്റ്റ് എന്ന് എഴുതി ഒരു 6 കോളം വരച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ എഴുതുന്നുണ്ടെങ്കിൽ 4 വരച്ചാൽ മതി. അപ്പോൾ അത് വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഈ പ്ലാനറിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നോക്കിയാലോ. മോഡ് ട്രാക്കർ തന്നെ വേണമെന്നില്ല, സ്റ്റഡി ട്രാക്കർ എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എഴുതാം.
ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഡിസൈനൊക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു പഴയ ബുക്ക് തന്നെയാണ് ഞാനിപ്പോൾ റീയൂസ് ചെയ്തിട്ട് പ്ലാനർ പോലെ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊരു പ്ലാനർ ബുക്കാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തൊരു പ്ലാനറാണ്. അത് മാർച്ച് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഞാൻ യൂസ് ചെയ്തതൊക്കെയാണ് കേട്ടോ കാണുന്നത്. മൂഡ് ട്രാക്കറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഹാബിറ്റ് ട്രാക്കറും കണ്ടോ, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളതായിരുന്നു, പക്ഷെ നല്ല ഹെവി വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഐഡിയയിലൊക്കെ ചെയ്തതാണ്. അങ്ങനെ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നമ്മുടെ ഹോബീസിലായാലും സ്റ്റഡീസിലായാലും. അപ്പോൾ അതിന് നല്ലൊരു ഇതാണ്, നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ് സ്റ്റഡി പ്ലാനർ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെയുള്ള പ്ലാനർ വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓരോ മാസവും. ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.